ഫെബ്രുവരി 28-ന് ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുന്നതിന് മുൻപ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ്. 2 തവണ നടന്ന ചർച്ചകൾ മൂന്നാമത്തേതിന് വഴി തുറന്നു. പക്ഷേ മൂന്നാമത്തെ ചർച്ചയിൽ ഒരു കരാറിന് ഇറാൻ തയ്യാറാകുന്നു എന്ന സൂചന ലഭിച്ചതിന് പിന്നാലെ ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തി. യുദ്ധം തുടങ്ങി 40 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. യുദ്ധസമയത്ത് ഖത്തറിനെയും ഇറാൻ ആക്രമിച്ചിരുന്നു. അതുകൊണ്ടാകാം പിന്നീടുള്ള ചർച്ചകളിൽ ഖത്തറിന് പങ്കുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പാകിസ്ഥാന്റെ രംഗപ്രവേശം. അമേരിക്കയുമായും ഇറാനുമായും ബന്ധമുണ്ട് എന്ന പേരിലാണ് അവർ മധ്യസ്ഥതയ്ക്ക് സന്നദ്ധത അറിയിച്ചത്. അമേരിക്ക ആവശ്യപ്പെട്ടിട്ടാണ് പാകിസ്ഥാൻ മധ്യസ്ഥന്റെ റോളിൽ എത്തിയത് എന്ന് പല റിപ്പോർട്ടുകളും അന്നേ പുറത്തു വന്നതാണ്. പാകിസ്ഥാന്റെ ഉദ്ദേശത്തിൽ ഇറാൻ അവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ വന്നത് എന്ന് അവർ പരസ്യമായി ആരോപിച്ചു. എങ്കിലും അവരുമായി ആശയവിനിമയം നടത്താൻ ഇറാൻ തയ്യാറായി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയാണ് മധ്യസ്ഥതയ്ക്ക് ഇറാനും ഗൾഫ് രാജ്യങ്ങളും പ്രതീക്ഷിച്ചത്. പക്ഷേ ഷഹബാസിനെ നിഴലാക്കി നിർത്തി പാകിസ്ഥാൻ ഡിഫൻസ് ഫോഴ്സസ് തലവൻ അസിം മുനീറാണ് കളം നിറഞ്ഞത്. പരസ്പരം ആശയവിനിമയം നടത്താത്ത അമേരിക്കയുടെയും ഇറാന്റെയും ദൂതനായി ഷഹബാസും മുനീറും നിറഞ്ഞാടി. ടെഹ്റാൻ മുതൽ വാഷിംഗ്ടൺ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. 2 തവണ ഇസ്ലാമാബാദിൽ പരോക്ഷ ചർച്ചകൾ നടത്തി. സംഭവം ക്ലൈമാക്സിൽ എത്തി. സമാധാന കരാർ അല്ലെങ്കിൽ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ ഔട്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുഹൃത്തുക്കളായാണ് ഷഹബാസ് ഷെരീഫും അസിം മുനീറും എല്ലായിടത്തും ഞെളിഞ്ഞു നിന്നത്. പക്ഷേ ട്രംപ് എന്ന ബിസിനസ്സുകാരന് ഇവരൊക്കെ വെറും ടൂൾസ് അഥവാ കാര്യങ്ങൾ നടത്തിക്കിട്ടാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് ഷഹബാസും മുനീറും വൈകിയാണ് തിരിച്ചറിഞ്ഞത്. US ഇറാൻ സമാധാന കരാറിൽ കിട്ടിയത് ഇരുവർക്കും കനത്ത നയതന്ത്ര പ്രഹരമാണ്. ട്രംപിന്റെ നീക്കത്തിൽ പാകിസ്ഥാൻ ഭരണകൂടം തന്നെ പകച്ചിരിക്കുകയാണ്. ദിവസം മുഴുവൻ വെള്ളം കോരി അവസാനം പടിക്കൽ കലമുടച്ചു എന്നതുപോലെയായിപ്പോയി കാര്യങ്ങൾ. നിർണായകമായ കരാറിൽ ഒപ്പിട്ടത് ഫ്രാൻസിൽ വെച്ചായിരുന്നു. 2 തവണ ചർച്ച നടന്ന ഇസ്ലാമാബാദിൽ അല്ല, സ്വിറ്റ്സർലാൻഡിൽ വെച്ച് കരാറിൽ ഒപ്പിടാനായിരുന്നു അമേരിക്കയും ഇറാനും തീരുമാനിച്ചത്. ആ തീരുമാനം തന്നെ പാകിസ്ഥാന് അത്ര രസിച്ചില്ല. കരാർ ഡിജിറ്റലായി ഒപ്പിട്ടത് പാകിസ്ഥാനെ ഒഴിവാക്കിയായിരുന്നു. സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്രയ്ക്കായി തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കാത്തിരുന്ന പാകിസ്ഥാൻ നേതൃത്വത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് രഹസ്യമായി അമേരിക്കയും ഇറാനും ധാരണാപത്രം ഡിജിറ്റലായി ഒപ്പിട്ടത്. അത് പാകിസ്ഥാനെ ഞെട്ടിച്ചു. പക്ഷേ കരാറിനെ ഇസ്ലാമാബാദ് പ്രഖ്യാപനമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അത് ആശ്വാസമായി. പാകിസ്ഥാനെ അംഗീകരിക്കുന്ന ഇസ്ലാമാബാദ് പ്രഖ്യാപനം എന്ന പേരെങ്കിലും ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലായപ്പോഴാണ് വീണ്ടും എല്ലാം തിരിഞ്ഞുമറിഞ്ഞത്. ജൂൺ 19-ന് സ്വിറ്റ്സർലാൻഡിൽ നടക്കേണ്ടിയിരിക്കുന്ന ഔദ്യോഗിക ചടങ്ങുകൾ ഒഴിവാക്കി. ജൂൺ 17-ന് തന്നെ ഫ്രാൻസിലെ വേഴ്സായ് കൊട്ടാരത്തിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചു. ഇത് പാകിസ്ഥാന് വലിയ നയതന്ത്ര തിരിച്ചടിയായി. കരാർ ഒപ്പിട്ടപ്പോൾ ഫോട്ടോ ഫ്രെയിമിൽ പോലും ഷഹബാസ് ഷെരീഫോ അസിം മുനീറോ ഇല്ല. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ ചടങ്ങിൽ പാകിസ്ഥാനെ ഒരിടത്തും ഉൾപ്പെടുത്തിയില്ല. സമാധാന കരാർ ഇസ്ലാമാബാദ് പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടണമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെയും മോഹങ്ങൾ ഇതോടെ തകർന്നു. സമാശ്വാസ സമ്മാനമായ ഇസ്ലാമാബാദ് പ്രഖ്യാപനം പോലുമില്ലാതെ ലോകത്തിനു മുന്നിൽ എളിഭ്യരായിരിക്കുകയാണ് പാകിസ്ഥാൻ നേതൃത്വം. മധ്യസ്ഥതയുടെ പേരിൽ വലിയ നയതന്ത്ര നേട്ടം കൊയ്യാമെന്ന് കരുതിയ പാകിസ്ഥാന് ആദ്യം സ്വിറ്റ്സർലാൻഡ് യാത്ര റദ്ദാക്കേണ്ടി വന്നു. മാത്രമല്ല സ്വന്തം ഓഫീസിലിരുന്ന് പാക് പ്രധാനമന്ത്രി കരാറിനെ പുകഴ്ത്തേണ്ടിയും വന്നു. മറ്റൊരു മധ്യസ്ഥനായിരുന്ന ഖത്തർ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കാര്യങ്ങൾ നീക്കിയപ്പോൾ പരസ്യമായി വീമ്പിളക്കിയ പാകിസ്ഥാന് കനത്ത നയതന്ത്ര അപമാനമാണ് വേഴ്സായ് കരാറിലൂടെ നേരിടേണ്ടി വന്നത്. മുറിവിൽ മുളക് തേച്ചതുപോലെ G7 ഉച്ചകോടിക്കെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു. ഇന്ത്യ ഒരു ആഗോള ശക്തിയാണ് എന്നും ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നാൽ അമേരിക്ക ഇന്ത്യയുടെ സഹായത്തിന് എത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. മധ്യേഷ്യൻ സമാധാന ചർച്ചകളിൽ ഇന്ത്യയുടെ പങ്ക് തീരുമാനിക്കേണ്ടത് ഇന്ത്യ തന്നെയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാനെ തീർത്തും അവഗണിച്ച ട്രംപിന്റെ നീക്കത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പാക് നേതൃത്വം. ഇറാന്റെ സൈനിക വിഭാഗമായ IRGCയുമായി അസിം മുനീറിന് അടുത്ത ബന്ധമുണ്ട് എന്ന വാർത്തകൾ അമേരിക്കൻ ഭരണകൂടത്തെ വെട്ടിലാക്കിയിരുന്നു. പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇറാൻ മാത്രമല്ല അമേരിക്കയും പറയുന്ന സാഹചര്യമുണ്ടായി. ഡൊണാൾഡ് ട്രംപുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലാണ് ഷഹബാസ് ഷെരീഫും അസിം മുനീറും പലപ്പോഴും വൈറ്റ് ഹൗസിന്റെ അകത്തളങ്ങളിൽ എത്തിയത്.
ട്രംപിന്റെ കുടുംബവുമായി ബന്ധമുള്ള സ്ഥാപനം പുറത്തിറക്കിയ ബിറ്റ്കോയിൻ പാകിസ്ഥാന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ച് ഷഹബാസും അസിമുനീറും വാങ്ങിക്കൂട്ടി. ആ ബിസിനസ് ബന്ധം ഇന്ത്യക്കെതിരെയും സ്വന്തം പ്രതിച്ഛായ നന്നാക്കാനും ഉപയോഗിക്കാമെന്ന് പാകിസ്ഥാൻ കണക്കുകൂട്ടി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ട്രംപ് അവകാശപ്പെട്ടപ്പോൾ അത് സമ്മതിച്ചു കൊടുത്തത് പാകിസ്ഥാൻ മാത്രമാണ്. ട്രംപിന്റെ നൊബേൽ പുരസ്കാര മോഹങ്ങൾക്ക് പിന്തുണ നൽകിയതും ഇതേ പാകിസ്ഥാനാണ്. യുദ്ധം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ട്രംപിന് കൊടുക്കാനോ ട്രംപിന് നോബേൽ കിട്ടണമെന്ന് പറയാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല. പ്രതികാരമായി ഇന്ത്യക്കെതിരെ വലിയ താരിഫ് ചുമത്തി. അപ്പോൾ പാകിസ്ഥാൻ ഊറിച്ചിരിച്ചു. പക്ഷേ അമേരിക്കൻ കോടതി തന്നെ അത് റദ്ദാക്കി. ചൈനയോടും ഇന്ത്യയോടും കളി അത്ര ഏറ്റില്ല എന്ന് ട്രംപിന് സമ്മതിക്കേണ്ടി വന്നു. താൻ ഏറ്റവും ബഹുമാനിക്കുന്ന രണ്ട് നേതാക്കൾ നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങുമാണ് എന്ന് ട്രംപ് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ഇങ്ങനെ ട്രംപിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാത്ത നേതാക്കൾക്ക് പ്രശംസയും ട്രംപ് പറഞ്ഞ പോലെ പ്രവർത്തിച്ച പാകിസ്ഥാൻ നേതൃത്വത്തിന് അവഗണനയും. ഇറാൻ കരാറിന് ശേഷമുള്ള കാഴ്ചകളെ അങ്ങനെയാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ അനഭിമതരായതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി അന്താരാഷ്ട്ര വിദഗ്ധർ കാണുന്നുണ്ട്. ഇസ്രയേലിനെ അംഗീകരിക്കാതിരിക്കൽ. അബ്രഹാം കരാർ വഴി മുസ്ലിം ലോകത്തെ ഇസ്രയേലുമായി ബന്ധപ്പെടുത്താൻ ട്രംപ് നടത്തിയ ശ്രമത്തെ പാകിസ്ഥാൻ അനുകൂലിച്ചില്ല. 2020 ട്രംപിന്റെ ആദ്യ പ്രസിഡൻസി കാലത്താണ് കരാർ കൊണ്ടുവന്നത്. അന്ന് ചില ഗൾഫ് രാജ്യങ്ങൾ ഇസ്രയേലുമായി ബന്ധത്തിന് തയ്യാറായി. അമേരിക്കയ്ക്ക് ഇസ്രയേൽ വഴി ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാനും ഡോളറിനെ ശക്തമാക്കി നിർത്താനുമായിരുന്നു ആ പദ്ധതി. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ മിസൈലുകൾ പായിച്ചപ്പോൾ അബ്രഹാം കരാറിൽ അവരെ ഉൾപ്പെടുത്തി. ഇറാനിൽ നിന്ന് അവരെ സുരക്ഷിതമാക്കാൻ ട്രംപ് ശ്രമിച്ചു. ഇസ്രയേലിന്റെ വരുതിയിലല്ല എങ്കിൽ സംരക്ഷണയിൽ ഗൾഫ് രാജ്യങ്ങളെ എത്തിക്കാനുള്ള ശ്രമം തകൃതിയായി നടത്തി ട്രംപ്. കൂട്ടത്തിൽ പാകിസ്ഥാനോടും ഇതിൽ ചേരാൻ ട്രംപ് ആവശ്യപ്പെട്ടു. പക്ഷേ പാകിസ്ഥാന്റെ വിദേശ നയം ഇസ്രയേലിനെയും സയണിസ്റ്റുകളെയും എതിർക്കുന്നതാണ്. അതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. ഇത് ഇസ്രയേലിനെ മാത്രമല്ല ട്രംപിനെയും ചൊടിപ്പിച്ചു. പാകിസ്ഥാനെ പതിയെ ഒഴിവാക്കണമെന്ന ചിന്ത ട്രംപിനുണ്ടായത് അപ്പോൾ മുതലാണ് എന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. ഇറാൻ കരാറിന്റെ പടിക്കൽ വരെ എത്തിച്ച ശേഷം പാകിസ്ഥാനെ ഒഴിവാക്കിയതിന് മറ്റൊരു വിശദീകരണം ആർക്കും കണ്ടെത്താനാകുന്നില്ല. അതിനിടെ ട്രംപിന്റെ സമാധാന കരാർ മറ്റൊരു യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന ആശങ്ക ഉയർത്തുകയാണ് ചരിത്രകാരന്മാർ. കാരണം കരാർ ഒപ്പുവെച്ച സ്ഥലം തന്നെ വേഴ്സായ്. 1919 ചരിത്രപ്രധാനമായ വേഴ്സായ് ഉടമ്പടിയോട് ഉപമിക്കുകയാണ് നിരീക്ഷകർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ഒപ്പുവെച്ച വേഴ്സായ് കരാർ പിൽക്കാലത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് വിത്തുപാകിയതുപോലെ നിലവിലെ ഈ നീക്കവും വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്നാണ് ആശങ്ക. പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരതയും ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് നിരീക്ഷകർ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. 1919 എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ ലോക നേതാക്കൾ ഒത്തുചേർന്ന സ്ഥലമായാണ് വേഴ്സായ് കൊട്ടാരം സ്മരിക്കപ്പെടുന്നത്. എന്നാൽ വേഴ്സായ് ഉടമ്പടി സംഘർഷം അവസാനിപ്പിച്ചില്ല. പകരം അത് നീട്ടിവെക്കുകയാണ് ചെയ്തത്. 1914 മുതൽ 1918-19 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടാം ലോക മഹായുദ്ധം എന്ന കൂടുതൽ രക്തരൂക്ഷിതമായ ദുരന്തമുണ്ടായി. അതുകൊണ്ടാണ് ട്രംപ് വേഴ്സായിൽ വെച്ച് അമേരിക്ക ഇറാൻ ധാരണാപത്രം ഒപ്പിട്ടത് ഇത്രയധികം പ്രതീകാത്മകമാകുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ ഇസ്രയേലിന് ഇപ്പോഴും ഭീഷണി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശ്വസിക്കുന്നു. അത് പരിഹരിക്കാതെയുള്ള ഈ സമാധാന ഉടമ്പടി ഒപ്പിടൽ എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. US ഇറാൻ ധാരണ പ്രകാരം ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ കൃത്യമായ വ്യവസ്ഥകൾ ഒന്നുമില്ല. US സംഘർഷം ലഘൂകരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ സംഘർഷം അവസാനിച്ചിട്ടില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ US ഇറാൻ ഉടമ്പടിയെ ചരിത്രകാരന്മാർ വേഴ്സായ് ഉടമ്പടിയോട് താരതമ്യപ്പെടുത്തുന്നത്. അതേസമയം 1919 യൂറോപ്പല്ല 2026 പശ്ചിമേഷ്യ എന്നതും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുതിയ US ഇറാൻ ധാരണ അപകടകരമായ ഏറ്റുമുട്ടലിനെ തടഞ്ഞേക്കുമെന്ന പ്രതീക്ഷയിലാണ് ചില ചരിത്രകാരന്മാർ.